ഹലോ ഗൈസ്, വെൽക്കം ടു ഏരിസ് ആൻഡ് ഇക്സ്. ഞാനിങ്ങനെ എൻ്റെ ഈ റൂമിനൊരു മേക്ക് ഓവർ കൊടുക്കണം, ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ഇങ്ങനെ കുറച്ച് നാളായിട്ട് ആലോചിക്കാം. പക്ഷെ എനിക്ക് വലിയ തോതിൽ ചെയ്യാൻ പറ്റില്ല. ഈ പെയിൻറ്റിൻ്റെ കളറ് മാറ്റുക അല്ലെങ്കിൽ വാൾപേപ്പർ ഒട്ടിക്കലൊന്നും നടക്കത്തില്ല. അപ്പോൾ ലിമിറ്റഡായിട്ട് എന്നാൽ ഒരു ചെറിയൊരു പീസ്ഫുൾ നമുക്കൊരു ഫീൽ ഗുഡ് സ്പേസ് ആയിട്ട് ഇതിനെ മാറ്റണം. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒരു റിഫ്രഷിങ് ഒരു ലുക്കാക്കി മാറ്റണമെന്നുണ്ട്. ഇപ്പം ഞാൻ വന്ന് കൂടുതൽ സമയം ഈ റൂമിൽ സ്പെൻഡ് ചെയ്യാം. മുന്നേ ഞാനങ്ങനെ റൂമിനകത്തിരിക്കുന്ന ഒരാളെ ആയിരുന്നില്ല. എനിക്കങ്ങനെ ഒരു റൂമിനകത്ത് അടച്ചിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എനിക്കിഷ്ടമാണ്, ഞാൻ ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ സ്പേസ് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവാക്കി കുറച്ചുകൂടി ഒരു ഭംഗിയുള്ളതാക്കി മാറ്റണം. അപ്പോൾ വലിയ തോതിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ വേണ്ടെന്ന് കരുതാം. പിന്നെ ചെയ്യുന്നത് കുറച്ചാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതും നമ്മുടെ ബഡ്ജറ്റ് നിൽക്കണം. ചെറിയ ബഡ്ജറ്റിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓൺലൈനിൽ കിട്ടുന്ന പ്രൊഡക്ട്സും പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും ഇവിടെ നിലവിലുള്ളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഉള്ള സാധനങ്ങളൊക്കെ അല്ലാതെ കിടക്കുന്നൊക്കെ ഓർഗനൈസ് ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു പൊസിഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെറിയൊരു മേക്ക് ഓവർ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഈ റൂമിൻ്റെ ഞാൻ വന്ന ടൈമിൽ ഞാനിതിനെ എങ്ങനെയായിരുന്നു വെച്ചിരിക്കുന്നതെന്ന് പ്രത്യേകിച്ച് മേക്ക് ഓവറായിട്ടൊന്നുമില്ല, ബസ് എങ്ങനെയായിരുന്നു വെച്ചിരിക്കുന്നതെന്നുള്ള വിഷ്വൽസ് കാണിക്കാം. ഇപ്പം ഇങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ഇത് ആദ്യം ഈ റൂം വെച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ട് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഭംഗിയാക്കാനൊന്നും ശ്രമിച്ചില്ല. ഇരിക്കുന്ന സ്ഥലം അത്രയും വൃത്തിക്ക് സൂക്ഷിക്കുക, നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് പോകുക എന്നുള്ള രീതിയിൽ ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ അപ്പം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ നോർമലായിട്ട്. പിന്നെ എനിക്ക് തോന്നി ഇത് കുറച്ച് ബോറിംഗ് ആയി വരുന്നതെന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് കട്ടിലിൻ്റെ ഇപ്പുറത്തുള്ള ആ ബോക്സ് ഞാൻ അതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട്. ഇവിടെ ഇരുന്നത് ഞാൻ അപ്പുറത്തെ സൈഡിലോട്ടങ്ങ് ആക്കി ആ ബോക്സ് സ്റ്റോറേജ്. പിന്നെ എനിക്കിനി വേറെ എൻ്റെ റൂമിൻ്റെ എസ്തെറ്റിക്സുമായിട്ട് ചേരുന്നൊരു നല്ല ചെയർ വാങ്ങണമെന്നുണ്ട്. ഇവിടെ ഈ റൂമിൽ ആക്ച്വലി ചെയറൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നൊരു യൂസ് ഇല്ലാതെ കിടന്നൊരെണ്ണം എടുത്തിട്ടതാണ്. ഇപ്പം നിലവിൽ ഇതിൻ്റെ സ്ഥിതി ഇങ്ങനെ ജസ്റ്റ് ആ ബോക്സ് അപ്പുറത്തേക്ക് മാറി നമ്മുടെ കട്ടിൽ കുറച്ചുകൂടി നടുക്കോട്ടായി. ഇപ്പം ഇങ്ങനെയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് എനിക്ക് പ്ലാനുണ്ട്. അതിന് മുമ്പ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു പോകാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റൂം ടൂർ പ്ലസ് ട്രാൻസ്ഫോർമേഷൻ പ്ലാനിങ് വീഡിയോ ആയിട്ടങ്ങ് എടുക്കാം. നിലവിൽ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതിന് നമുക്ക് ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരണം. ചെറിയ സാധനങ്ങൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെറിയ മേക്കപ്പ്, അതിൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നതിനനുസരിച്ച് ഞാൻ അതിൻ്റെയും വീഡിയോസ് ഇട്ടിട്ട് പോകാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ഒരു റൂം ടൂർ ഉടങ്ങ് ആക്കാം. അതിന് സെപ്പറേറ്റ് വീഡിയോ വേണ്ടല്ലോ, ഇക്കൂട്ടത്തിലങ്ങ് പോകും. അതൊന്ന് കാണാം. ഈ 2 ഫോട്ടോ ഫ്രെയിംസ് അതിവിടെ മുന്നേ ഉണ്ടായിരുന്നു. ഒരു ബുദ്ധൻ്റെയും കൂടെ ഉണ്ടായിരുന്നു, അത് പിന്നെ ഇവിടുന്ന് മാറ്റി. പിന്നെ എന്തെങ്കിലും ഒരു ഗ്രീനറീസ് ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ 2 മണി പ്ലാന്റ് തൈകളിങ്ങനെ ഗ്ലാസ് ബോട്ടിലിൽ വെച്ചു. ഇത് ഞാൻ കരുതിയത് നല്ല പുല്ല് പോലെ നല്ല തിക്കായിട്ട് വളരുന്ന കരുതി വെച്ചതാട്ടോ. ഇത് പച്ചക്കറിയാണ് എന്ന് വെച്ചാൽ ഇത് വെളുത്തുള്ളിയും ഇത് ചുവന്നുള്ളിയാണ്. ഇത് നമ്മുടെ 10 മണിച്ചെടി. ഒരേ മോഡലിലുള്ള 3 ചെടിച്ചട്ടിയിൽ വെക്കുമായിരുന്നെങ്കിൽ ഭംഗിയായിരുന്നു. ബട്ട് അപ്പോഴത്തെ എൻ്റെ ലോജിക്കിൽ ഇവിടെ കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് വെക്കാമെന്ന് ഓർത്താൽ അതിങ്ങനെ സെറ്റ് ചെയ്താൽ അത് ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നില്ല. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് മാറ്റേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു ബോക്സ്, ഇതൊക്കെ ആകെ അലമ്പായിരിക്കുകയാണ്. മണി പ്ലാന്റ് ഞാൻ പിന്നെ മണ്ണിൽ നട്ടു. ഒരു പക്ഷേ വെള്ളത്തിൽ വെക്കുന്നതിനൊക്കെ നന്നായിട്ട് വളർന്നാലെന്ന് ഓർത്ത്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് എൻ്റെ കമ്മലുമാല സാധനങ്ങളൊക്കെ വെച്ചേക്കാണ് ഈ 2ലും. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസാണ്. ഇതൊക്കെ ആക്ച്വലി ആ ടൈമിൽ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ കുറച്ചുണ്ട്. പിന്നെ അപ്പുറത്ത് ഹാളിൽ താഴെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ വർക്കല പോയ സമയത്ത് വാങ്ങിയ ഒരു തൊപ്പിയാണ്. ഇത് പലയിടത്ത് വെക്കാൻ നോക്കി സെറ്റായില്ല. അങ്ങനെ ഞാൻ പിന്നെ അവസാനം എവിടെയെങ്കിലും ഇരിക്കട്ടെ എന്നോർത്ത് ഇങ്ങനെ വെച്ചാൽ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് റഷ്യൻ ഒരു ടോയില്ലേ, അവരുടെ കൾച്ചറൽ വെയർ, ട്രഡീഷണൽ ഡ്രസ്സിങ് ഒക്കെ ഇങ്ങനെ ഹാൻഡ് പെയിൻറ്റ് ചെയ്തേക്കുന്ന വുഡൻ, ഇത് വുഡിലുണ്ടാക്കിയതാണ്. അപ്പോൾ എന്നിട്ട് അതിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്തേക്കുക. റഷ്യൻ ട്രഡീഷണൽ അട്ടയറായത് അവരുടെ ഒരു ട്രഡീഷണൽ സിമ്പിൾ പോലത്തെ സാധനം. അതിനകത്തിലുണ്ടല്ലോ ഇങ്ങനെ ഇതിനകത്ത് ഇതിൻ്റെ തന്നെ ചെറിയൊരു സൈസ്, അതിലും ചെറിയൊരു സൈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ
ഉണ്ടാവും, ഒരു 3-4 ഉണ്ടാവും ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് നോക്കുന്ന സമയത്ത്. പിന്നെ ഇവിടെ അത് തന്നെ ഇതൊരു ഇതും അതിൻ്റെ തന്നെ ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ വഞ്ചി പോലൊരു സെറ്റപ്പ്, ബാക്കിൽ ഈ ഗ്യാപ്പ് അതിൻ്റെ എന്തോന്ന് തോന്നുന്നുണ്ട്. പിന്നൊരു ഇതൊക്കെ എവിടെയൊക്കെ ടൂർ പോയപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇത് ഞങ്ങളുടെ ആക്ച്വലി റേസിനായിട്ട് ചെയ്തതാണ്. ഞങ്ങളുടെ ഫസ്റ്റ് സർപ്രൈസിലുള്ളൊരു ഡാർക്ക് റെഡ് റോസസിൻ്റെ ഒരു ഫ്ലവർ ബൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുള്ളൊരു ബൊക്കെയായിരുന്നു. ഒത്തിരി പെറ്റൽസൊക്കെ കൊടുത്തു വിട്ടതാണ്, പക്ഷേ എനിക്കറിയില്ല, ചെയ്തു വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അപ്പോഴത്തെ സമയത്ത് നമ്മൾ ഹാപ്പിയായി. ഞങ്ങൾക്ക് വേറെ ഒരു റേസിനായിട്ട് അറിയാൻ കിട്ടിയില്ല. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ തപ്പി കിട്ടിയതാണ്, സെറ്റായില്ല. പിന്നെ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ഒരു മെമ്മറി എന്നുള്ള രീതിയിൽ എടുത്തു വെച്ച്. പിന്നെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടേ, പിന്നെ ഒരു ബുദ്ധന്, പിന്നെ ഇതൊരു മിറർ. എനിക്ക് ആ സമയത്ത് എന്തോ കല്യാണ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതൊരു ഫോട്ടോ ഫ്രെയിം വരെ, ഇതിന് ചുറ്റും ലൈറ്റ് ഉള്ളതാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ഒരു ഫോട്ടോനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആക്കണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ കബോർഡ്, ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. പിന്നൊരു മിറർ യൂണിറ്റ്, അതിന് താഴെ ഞങ്ങൾക്ക് എൻ്റെ ആവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ എനിക്ക് ഹീൽസിൻ്റെ പല ടൈപ്പ് ഹീൽസിൻ്റെ കളക്ഷൻ, അതും കാണിക്കണമെന്നുണ്ട്. ബട്ട് ഇതൊക്കെ അലങ്കോലമായിട്ടിരിക്കാം. കുറച്ച് എൻ്റെ ഒരുക്ക സാധനങ്ങളും മേക്കപ്പ് സാധനങ്ങളും ബ്യൂട്ടി സാധനങ്ങളൊക്കെ ഇതിനകത്തില്ല. പിന്നെ മറ്റേ നമ്മുടെ ബോക്സിനകത്തിൽ കുറച്ചുകൂടെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിലെന്തെങ്കിലും ചെറിയ ട്രാൻസ്ഫോർമേഷൻ മേക്ക് ഓവർ ചെയ്ത് ഭംഗിയാക്കണം എന്നുണ്ട്. അപ്പം നമുക്കിനി കണ്ടോ, ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്നതൊക്കെയാണ് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചത്. വലിയ അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങളൊന്നും എൻ്റെ റൂമിലില്ല. ഒരു റൂം ടൂർ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ മാത്രമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ആവട്ടെ, എന്തായാലും ഇത് ചേഞ്ച് ചെയ്യാൻ പോകാണല്ലോ, അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. അപ്പം നിലവിലുള്ളതിൽ എങ്ങനെയായിരുന്നു, ഇപ്പം ഞാൻ ഇത്ര നാളും ഹാപ്പി ആയിട്ട് ഇതിനകത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി ഒരു കുറച്ചുകൂടി ഭംഗിയുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക. അതിനുവേണ്ടി ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അത് ഓരോന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ യൂസ്ഫുൾ ആവുന്ന ഞാൻ ബജറ്റ് ഫ്രണ്ട്ലി ഐഡിയയിൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീപെയിൻറ്റിങ് ഒന്നും നടക്കുന്നില്ല, വാൾപേപ്പറിൻ്റെ പരിപാടി നടക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ഭംഗിയാക്കാനേ പറ്റുള്ളൂ. അത് ഓരോന്ന് വാങ്ങുന്നതനുസരിച്ച് ഞാനതിൻ്റെ വീഡിയോ ചെയ്തിടാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ലിങ്കും മെൻഷൻ ചെയ്തേക്കാം. ഇനിയിപ്പോൾ അതിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.